തടാകത്തിനടിയിൽ 500ഓളം അസ്ഥികൂടങ്ങളോ? ഉത്തരാഖണ്ഡിലെ നിഗൂഢ തടാകം ഇല്ലാതാകുന്നു എന്താണ് എന്നല്ലേ നമുക്ക് നോക്കാം. ഉത്തരാഖണ്ഡിലെ ഗഡ്വാളിലെ മലമടക്കുകൾക്കിടയിൽ ഒരു തടാകമുണ്ട്, രൂപ്ഖുഡ്. 500ഓളം അസ്ഥികൂടങ്ങൾ ആഴങ്ങളിൽ ശാന്തമായി ഉറങ്ങുന്ന നിഗൂഢതയുടെ ഭയാനകത പേറുന്ന ഈ തടാകം നിരവധി യാത്രികരാണ് സന്ദർശിക്കാറുള്ളത്. 1942 ഈ തടാകത്തിനടിയിൽ 500-ലധികം മനുഷ്യാസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത്. പ്രദേശത്തെ നന്ദാദേവി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു HK മദ്വാളാണ് ഒരു പെട്രോളിങ്ങിനിടെ ഇത് കണ്ടെത്തിയത്. എന്നാൽ അസ്ഥികൂടാവശിഷ്ടങ്ങളിലൂടെ ശ്രദ്ധയാകർഷിച്ച ഈ തടാകത്തിന് ഓരോ വർഷവും വലിപ്പവും ആഴവും നഷ്ടപ്പെടുന്നുവെന്നാണ് സൂചന. ഏകദേശം 9 അടി താഴ്ചയുള്ള ഏകദേശം 2 ഏക്കറോളം വരുന്ന തടാകത്തിന്റെ വലിപ്പം ചുരുങ്ങി വരുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. 1960കളിൽ ഇവിടെ നിന്ന് ശേഖരിച്ച അസ്ഥിശകലങ്ങൾ കാർബൺ ഡേറ്റിംഗിന് വിധേയമാക്കിയപ്പോൾ അവയുടെ കാലം CE 12-15 നൂറ്റാണ്ടുകൾക്കിടയിലാകാമെന്നാണ് നിരീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ പിന്നീട് 2004 വീണ്ടും അസ്ഥിശകലങ്ങളും മാംസഭാഗങ്ങളും ശേഖരിച്ച് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠനവിധേയമാക്കിയപ്പോൾ ഇവയുടെ കാലം CE 850-നും 880-നും ഇടയ്ക്കായിരിക്കാമെന്നും തെളിയിക്കപ്പെട്ടിരുന്നു. വെള്ളം വറ്റുമ്പോൾ കാണുന്ന ഒരു ഭീകരമായ കാഴ്ചയാണിത്. ജലാശയത്തിൽ കുന്നുകൂടി കിടക്കുന്ന അസ്ഥികൾ നിരവധിയാണ്. ഇത് ജാപ്പനീസ് അധിനിവേശത്തിന്റെ ഇരകളായിരിക്കുമെന്ന് കരുതുന്നു. തുടർന്നുള്ള പഠനങ്ങളിൽ അസ്ഥികൾക്ക് വളരെ പഴക്കമുണ്ടെന്ന് കണ്ടെത്തി. ഏകദേശം 800 CEയിലും 1800 CEയിലും. കൂടാതെ 2 വ്യത്യസ്ത ഗ്രൂപ്പുകളാണെന്നും തിരിച്ചറിഞ്ഞതോടെ നിഗൂഢതകളുടെ കഥകളും വർദ്ധിച്ചു. മരിച്ചവർ നന്ദാദേവി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകരായിരുന്നുവെന്നാണ് കരുതുന്നത്. ഇവിടെയുണ്ടായിരുന്ന ആലിപ്പഴ വർഷത്തിൽ കൊല്ലപ്പെട്ടതാകാമെന്നും പറയുന്നു. അസ്ഥികൂടം വിശകലനം ചെയ്തപ്പോൾ തലയിലെ പരുക്കുകൾ വ്യക്തമായിരുന്നു. തീർത്ഥാടകർ അല്ലെങ്കിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഇവിടെ എത്തിയവർ ഹിമപാതത്താലും ഹിമക്കാറ്റിലുമൊക്കെ വീണ് മരണപ്പെട്ടതും മൃതദേഹങ്ങൾ തടാകത്തിൽ കുമിഞ്ഞുകൂടിയതും ആകാമെന്നും കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.